ടി20 ലോകകപ്പിന്റെ സൂപ്പർ 8-ലെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ഇന്ത്യ സെമിയിൽ കയറി. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിന് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിൽ കയറിയത്. ടോസ് നേടിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 195 റൺസാണ് വെസ്റ്റ് ഇൻഡീസ് അടിച്ചുകൂട്ടിയത്. 196 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 19.2 ഓവറിൽ വിജയലക്ഷ്യം കാണുകയായിരുന്നു. 5 വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസിൻ്റെ എല്ലാ താരങ്ങളും മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എല്ലാ താരങ്ങളും 2 അക്കം കടന്നിരുന്നു. എന്നാൽ ആർക്കും വലിയ സ്കോർ നേടാനായില്ല. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി റോഷൻ ചേസ് 40, റോമൻ പവൽ 34, ഷെയ്ഖ് ഹോപ്പ് 32, ജേസൺ ഹോൾഡർ 37, ഹെറ്റ്മെയർ 12 ബോളിൽ 27 എന്നിങ്ങനെ മികച്ച സ്കോറുകൾ എല്ലാ താരങ്ങളും കണ്ടെത്തി. ഇന്ത്യക്ക് വേണ്ടി ബുംറ 2 വിക്കറ്റും വരുൺ ചക്രവർത്തിയും ഹാർദിക് പാണ്ഡ്യയും ഓരോ വിക്കറ്റും വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ സഞ്ജു സാംസൺ ഒരറ്റത്ത് നങ്കൂരമിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ മറുവശത്തുകൂടി തുടർച്ചയായ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സഞ്ജു 50 ബോളിൽ 97 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. സഞ്ജുവിനെ കൂടാതെ 15 ബോളിൽ 27 റൺസ് എടുത്ത് തിലക് വർമ്മയും 14 ബോളിൽ 17 റൺസ് എടുത്ത് ഹാർദിക് പാണ്ഡ്യയും അവസാന ഓവറുകളിൽ 4 ബോളിൽ നിന്ന് 8 റൺസ് എടുത്ത ശിവം ദുബെയും മികച്ച പിന്തുണ നൽകി. അവസാന ഓവറിൽ വിജയലക്ഷ്യമായ 7 റൺസ് എടുക്കാനായി ഫസ്റ്റ് ബോളിൽ 6ഉം രണ്ടാം ബോളിൽ 4ഉം അടിച്ച് സഞ്ജു സാംസൺ ഇന്ത്യയെ വിജയത്തിലും സെമിയിലും എത്തിച്ചു. സെഞ്ചുറി നേടാൻ കഴിഞ്ഞില്ലെങ്കിലും സഞ്ജുവിൻ്റെ മികച്ച ഇന്നിംഗ്സിന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും ലഭിച്ചു.